ഹലോ ഗൈസ്, അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് പറയുള്ളൂ. കാരണം നല്ലോണം ബുദ്ധിമുട്ടിയല്ലേ എത്താനായിട്ട്. നമ്മൾ ആദ്യമായിട്ട് ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ഉള്ളിലത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. ഇതാണ് എൻട്രി, സൂവിൻ്റെ ഉള്ളിലെത്തുന്ന എൻട്രി. നമ്മുടെ പുലി, സിംഹം എല്ലാവരും ഉണ്ട്. ടിക്കറ്റ് കാണിച്ചിട്ട് നമുക്ക് അകത്തേക്ക് കയറാം. ഐ ലവ് ദ സൂ. ഫോട്ടോ എടുക്കാൻ പറ്റുമല്ലോ, ഈ ഫോട്ടോ എടുക്കാനുള്ളത്. അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ കരടി. കരടി ഗൈസ്, കരടി. അപ്പൊ വീഡിയോയിൽ കാണും, പക്ഷെ കണ്ണാടി ഇല്ലാണ്ട് നടക്കാൻ പറ്റില്ല. ഇതേ ഗൈസ് കരടി, കണ്ണാടി ഇല്ലാണ്ട് ഇവിടെ നടക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ കരടിക്കുട്ടൻ. പൊതുവെ ഇന്ന് സൂവിൽ ഞങ്ങൾ ഹോളിഡേ ആകുമ്പോൾ നല്ല തിരക്ക് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഇന്ന് തിരക്കൊന്നും കാണില്ല അധികം. സൂവിൽ പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല. ഇത് ഉൾപ്രദേശത്തിലേക്ക് ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് അങ്ങനെ അധികം ആരും ഇല്ല. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിട്ട് വന്നതാട്ടോ. ദേ ഇവിടെ സൂ. നേരത്തെ അവിടെ നമ്മൾ കണ്ടത് ചെറിയ കരടിയായിരുന്നു. ഇവിടെ നല്ല വലിയ സൈസ് കരടികളുണ്ട്. ഇത് കണ്ട രണ്ടെണ്ണം ഇവിടെ വിലസനുണ്ട്. ദേഷ്യത്തിലാന്ന് തോന്നുന്നുണ്ട്, മുഖം കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നത്. ഇവരെ പിള്ളേർ ഇനി മാറ്റിയിട്ടിരിക്കുന്നതാണോന്ന് അറിയില്ല. കാരണം പിള്ളേർ ചേഞ്ച് ചെയ്യല്ലോ, അങ്ങനെ മാറ്റിയിട്ടാണോന്ന് അറിയില്ല. ഇവർ രണ്ടുപേരും മാത്രമേ ഇവിടെ ഉള്ളൂ. പിള്ളേരൊക്കെ അപ്പുറത്താണ്. രണ്ട് കുഞ്ഞിക്കുരങ്ങുകൾ ഇരിക്കുന്നുണ്ടില്ല. രണ്ട് കുഞ്ഞിക്കുരങ്ങുകൾ പോസ് വന്നിട്ട് എടുത്തിട്ട് വന്നിട്ട് ഇരിക്കുന്നുണ്ടില്ല. വലിയ കുരങ്ങ. ഇതെന്തുട്ടാ? അവിടെ പുലി എടുക്കുന്നുണ്ട്, കാണുന്നുണ്ട് പുലിന്. റെസ്റ്റിലാണല്ലോ. ഇത് കണ്ട വെറൈറ്റി ഒരു കോഴീനെ, വെറൈറ്റി ഒരു കോഴി. നല്ല ഭംഗിയുണ്ട് കാണാൻ, ക്യൂട്ട്. കൊക്കുകളുടെ ഒരു കൂട്ടം, കൊക്കുകളുടെ കൂട്ടം. മുതലകളാണ് രസം. കണ്ണൂർ സ്നേക്ക് പാർക്കിൽ പോയപ്പോൾ ഇങ്ങനെ കണ്ടിരുന്നേ. ഇറ്റകളുടെ ആക്ടിങ് ഭയങ്കര അഭിനയം പിടിച്ചവരാണ് ഇവർ. കണ്ട വായൊക്കെ തുറന്നിരിക്കണണ്ട, എന്താ അല്ലേ. ഇതാണ് ഓവറോൾ വ്യൂ എന്ന് പറയുന്നത് സൂവിൻ്റെ. കണ്ട ഇവിടെ ആനേരം ഒരു പ്രതിമയുണ്ട് കേട്ടോ. 25 ദിർഹമാണ് ടിക്കറ്റിന്. ശരിക്കും പറഞ്ഞാൽ കാണാനുള്ളതുണ്ട്. 25 ദിർഹത്തിന് കാണാനുള്ളതുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഞാനും ഭയങ്കര ചൂടാണ് കേട്ടോ. ഒരു ക്യാപ്പും ഒരു കണ്ണാടി ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ചൂട് ഇപ്പൊ 50 ഡിഗ്രി ഒക്കെ അല്ലേ. പിന്നെ ഈ സമയത്ത് ഹോളിഡേസിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് അത്രയുണ്ട്. ഞങ്ങൾ നല്ല ട്രാഫിക്കിൽ പെട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പുള്ളി വിശ്രമവേളയിലുണ്ടാ. നമുക്ക് പിന്നെ ശല്യം ചെയ്യണ്ട, എന്തിനാ വെറുതെ ശല്യം ചെയ്തിട്ട്. കണ്ടാ നല്ല ഇതിൽ ഉറങ്ങണം. ഫുഡൊക്കെ തട്ടി. ഇപ്പുറത്തും തൊട്ട് ആൾക്കാർ കരിമ്പുലിയും ഉണ്ട്, പുള്ളിപ്പുലിയും ഉണ്ട്. ഇയാൾ ഉറക്കാണ്, അയാൾ നടക്കണ്. ആരെങ്കിലും ഉണ്ട് എൻ്റെ അടുത്തേക്ക് വരാം, ആരെങ്കിലും ഉണ്ട് എൻ്റെ അടുത്തേക്ക് വരാൻ നോക്കിയിട്ട്. കടുവക്കൂട്ടന്മാർ ഇവിടെ ഉണ്ട് കേട്ടോ. സൈസ് കണ്ട കടുവേറെ സൈസ്. ഇത് വൈറ്റും ഉണ്ട്, മറ്റേ നമ്മുടെ യെല്ലോ കളറും ഉണ്ട് കേട്ടോ. ഇങ്ങേരുടെ കൂടെ ഫോട്ടോ എടുക്കാൻ 200 ദിർഹം കേട്ടോ. ഇതാണ് ഇങ്ങേരുടെ ഗൈഡ്. ഫോട്ടോ എടുക്കാൻ 200 ദിർഹമാണ്. നമ്മ പിന്നെ ആ റിസ്കിനൊന്നും നിൽക്കണില്ല, അതുകൊണ്ട് നമ്മൾ എടുക്കണില്ല. ഒരു ചീറ്റയുടെ കൂടെ ഫോട്ടോ എടുക്കാനും പറ്റും, പക്ഷെ അതും റേറ്റ് ഉണ്ടാവും കേട്ടോ. കാരണം ഇവിടെ ആരില്ല, ഗൈഡില്ല. നമുക്ക് ചോദിക്കാൻ 200 ഒക്കെ തന്നെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ രാജാവിൻ്റെ മടയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആണും രാജാവും രാജ്ഞിൻ്റെ ഒക്കെ കിടന്നുറങ്ങുന്നുണ്ട്. കണ്ടില്ലേ, എന്തേ ഇവരെ കാണാത്ത എന്ന് വിചാരിച്ചോളൂ. നല്ല ഉറക്കാണ്. എവിടെയുണ്ട്
ചെന്നായ എന്ന് കേട്ടിട്ടുള്ളത് കണ്ടുപ്പ 3 എണ്ണം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഒക്കെ ഉറക്കത്തിലാണ്. പിന്നെ ചൂടല്ലേ, മിക്കവരും വെള്ളത്തിലൊക്കെ കിടന്ന് ഉറങ്ങണം, ചൂടായതുകൊണ്ടേ മൃഗങ്ങൾക്ക് പോലും പറ്റണില്ല ഇവിടുത്തെ ചൂട്. ഇതിന്റെ ഉള്ളിലേക്ക് എടുക്കണം. ചെന്നായ തന്നെ കുറച്ച് ഡേഞ്ചറസ് ടൈപ്പ് ആണെന്നാണ് പറഞ്ഞത്. ഇത് അങ്ങനെയാണ്, ആൾക്കാരുടെ അടുത്തോട്ടൊന്നും വരുത്തില്ല. കുറച്ച് ഉള്ളിലേ നിൽക്കുള്ളൂ. സൗണ്ട് മറ്റേ ആൾക്കാരെ കാണുമ്പോൾ പ്രൊവോക്കഡ് ആവും. ഇവിടുത്തെ ചൂട് കാരണം കടുവേനെയൊക്കെ കുളിപ്പിക്കാട്ടോ. കാരണം ഈ ചൂടത്തല്ലാണ്ട് ഇവർക്ക് നിൽക്കാൻ പറ്റില്ല. നാട്ടിൽ കാണാൻ കിട്ടാവുന്നതിനെ കണ്ട ഇവിടെ ക്യാഷ് കൊടുത്ത് കാണേണ്ട അവസ്ഥ. ഇവിടെ ഇങ്ങനത്തെ ടൈപ്പ് നമ്മുടെ മൃഗങ്ങളാട്ടോ. കഴുത, ആട്, മുട്ടനാട് എന്നൊക്കെ പറയില്ല, ആ സൈസ്. അങ്ങനത്തെ ഒരു ഫാം ഏരിയ പോലത്തെ ഏരിയ ആണിത്. അപ്പുണ്ണി അവിടെ കടുവേനെയും സിംഹത്തിനെയൊക്കെ കുളിപ്പിക്കണ നോക്കിക്കാട്ടാ. കണ്ട ഇത് കണ്ട ഒരാട്, ഒരു ടൈപ്പ്. ഇത് ഏത് ടൈപ്പ് ആണെന്ന് അറിയില്ല, ഇനി ഇവിടെ മാത്രം കണ്ടുവരുന്നതായിരിക്കുള്ളൂ. കണ്ട നമ്മുടെ കറ്റാർ വാഴ ഇതുപോലെ ഉണ്ട് കൊമ്പ്, കണ്ടില്ലേ? ഏകദേശം കറ്റാർ വാഴയൊക്കെ കാണുമായിരിക്കും. ഇവിടെ കുതിര, ഇവിടെ ഇഷ്ടം പോലെ കുതിരേനെ നമുക്ക് കാണാൻ പറ്റും. കുതിര സവാരി നടത്താമെന്ന് തോന്നുന്നുണ്ട്, കാരണം കുതിര സവാരി 10 തോന്നുന്നത്. കുതിര സവാരി നമ്മ ഇൻസ്റ്റഗ്രാമിലാണ് കണ്ടത്. അതിന്റെ ക്യാഷ് വരുന്നത് 10 ദിർഹമാണ്. 10 കണ്ടത്. ഗൈസ്, ഇതിന്റെ പേരറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യട്ട. കറ്റാർ വാഴ പോലല്ല, കരിമ്പിന്റെ ഇതുപോലെ എനിക്ക് തോന്നുന്നു. കരിമ്പില്ലേ, അതിന്റെ ഇതുപോലെ കൊമ്പ് തോന്നുന്നത് കണ്ട. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇതിനോട് ചേർന്ന് തന്നെ ചായ കുടിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ ഇത് അകല ഒട്ടകത്തിനെ കാണാം. നമ്മൾ വെയിലായതുകൊണ്ട് അങ്ങോട്ട് നടന്നില്ല, സൂം ചെയ്തിട്ടാണ് എടുക്കണത്. കഴുകൻ ഇവിടെ അതിമനോഹരമായ ഒരു ലേക്ക് ഉണ്ട് കേട്ടോ. ഫോട്ടോ ഒക്കെ എടുക്കാൻ കണ്ട ചിലവര് അവിടെ പോയി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടില്ല. അല്ല, ഇങ്ങനെയുള്ളൊരു വെള്ളച്ചാട്ടം. ആ വെള്ളമൊക്കെ ഇവിടെ വന്ന് ഇത് ഒഴുകി വരും. കണ്ട, ഒരു വാക്കിംഗ് ബ്രിഡ്ജ് നമുക്കുണ്ട്. അവിടെ ആനേരെ പ്രതിമ. ഇതിൽ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നല്ല മനോഹരമാട്ടോ ഇതിൻ്റെ ഉള്ള കാഴ്ചകൾ. വന്ന് തന്നെ ഇത് നമ്മൾ അനുഭവിച്ചറിയണം. നമ്മളാദ്യം സഫാരി പാർക്ക്, ഷാർജയിലുള്ള സഫാരി പാർക്കിലാണ് പോകണം എന്ന് വിചാരിച്ചത്. അപ്പൊ ഇതിന്റെ ഹോളിഡേ ആയതുകൊണ്ട് സഫാരി പാർക്ക് അടച്ചിട്ടിരിക്കുകയായിരുന്നു. സഫാരി പാർക്ക് നാളെ മുടക്കാണ്. അപ്പൊ നമുക്ക് എന്തായാലും വരണല്ലോ, ഹോളിഡേ കഴിഞ്ഞതിന് മുന്നേ എല്ലാം ഒന്ന് കാണണല്ലോ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് നോക്കിയപ്പോ ഇത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ, ഇത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഓപ്പൺ. അങ്ങനെയാണ് നമ്മൾ ഇവിടേക്ക് വരാൻ പ്ലാൻ ചെയ്തത്. അപ്പൊ ഇത്ര ഭംഗിയുള്ള ഒരു സ്ഥലം നമുക്ക് അങ്ങനെ കിട്ടി. വരാൻ ഇത്തിരി പണിയാന്നുള്ളൂ, പക്ഷെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഗോൾഡ് ഫിഷിനെ ആട്ടോ ഇതിലിട്ടിരിക്കുന്നത്. കാണാൻ പറ്റുമോ അറിയില്ല, അവിടെ ഓടി പോയിരുന്നു. നിറം മാറുന്ന ജീവൻ. ഇത് നമ്മുടെ ഓസ്ട്രിച്ചിട്ട. പക്ഷികളുടെ മാത്രം ഏരിയ ആട്ടോ ഈ കാണുന്നത്. മൂങ്ങ, പരുന്ത്, കഴുകൻ, അങ്ങനത്തെ കുറേ പക്ഷികളുടെ ഏരിയ ആണിത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ തത്തിയിട്ട് ഫോട്ടോസ് എടുക്കാം കേട്ടോ. നമുക്ക് ഓരോ പോസിൽ ഫോട്ടോസ് എടുക്കാം. ഇത് ഫ്രീ ആണ് കേട്ടോ. നമുക്കിവിടെ ജിറാഫിന് ഫീഡ് ചെയ്യാം കേട്ടോ. 5 ദിവസത്തിന് ഇവിടെ നിന്ന് ഗ്രാസ് മേടിക്കാൻ കിട്ടും. അത് മേടിച്ചിട്ട് നമുക്ക് ജിറാഫിന് ഫീഡ് ചെയ്യാം. അപ്പം നമ്മൾ വെറുതെ നിൽക്കണ്ട, ഫീഡ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ നിൽക്കാം. ഈ കാണുന്നത് ഇവിടെ അനിമൽസിനെ ട്രെയിൻ ചെയ്യിക്കുന്നവർ സ്റ്റേ ചെയ്യുന്ന സ്ഥലമാട്ടോ. ഇതിനോട് ഉള്ളിൽ തന്നെയായിട്ട് ഇവരുടെ ജിമ്മും ഫെസിലിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ ഇവർക്ക്. ഇതാണ് ഞങ്ങൾ കാത്തിരുന്ന നിമിഷം. ഓറാങ്കുട്ടൻ്റെ അടുത്തേക്ക് വരുന്നതായിരുന്നു ഒരു ആഗ്രഹം. നമ്മൾ കുറച്ച് ചിറ്റിയിട്ട് അവസാനം ഓറാങ്കുട്ടനായിട്ട് ചെലവഴിക്കാന്ന് വിചാരിച്ചു കേട്ടോ. അതെ,
ഒറാങ്കുട്ടനെ ആരും വെറുതെ വിടില്ല, എല്ലാരും ഭയങ്കര ഫോട്ടോ എടുക്കലും ഫുഡ് കൊടുക്കലാണ് കേട്ടാ. സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. ഒറാങ്കുട്ടനെയും കൊണ്ട് അവര് പോയിട്ടാ. ഇവിടെ നമ്മുടെ കടുവിന്റെ ട്ടോ, കടുവ. ആ നമ്മുടെ കടുവിന്റെ ട്ടോ. ആദ്യം താഴത്തായിരുന്നു, ഇപ്പൊ മേലേക്ക് പോയി. ചാടാൻ പോണ ചാടല്ല, ഇറങ്ങാണ്. ഷോർട്ട് ടൈം കഴിഞ്ഞു, അത് റൂമിലും പോയി. ഇനി ഷോർട്ട് ടൈം ഇല്ല, ചിക്കൻ ലെഗൊക്കെ ഇട്ട് കൊടുത്തേക്കണം. അപ്പൊ നമ്മുടെ സൂല കാഴ്ചകളെ കണ്ടിന് നമ്മളിത് പോവാൻ പോണിട്ടാ. അല്ല, ഞാനിപ്പോ ആദ്യമായിട്ടാണ് ആനിമൽസിനായിട്ട് ഇങ്ങനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൂ കണ്ടു. നമുക്ക് എടുത്ത് തന്നെ ആനിമൽസിന് കിട്ടും. ട്രെയിൻഡ് ആനിമൽസിനെ മാത്രം ഒരു ഡേഞ്ചർ ആയത് കേജിൽ തന്നെ ആയിരിക്കും. പിന്നെ ഫുഡ് കൊടുക്കാം. പിന്നെ നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് ഭീകരന്മാരുടെ അടുത്തേക്ക് ഒന്നും പോയിട്ടില്ല, കാരണം അത് നമ്മൾ എടുക്കണ്ടെന്ന് വിചാരിക്കും. അവര് ട്രെയിൻഡ് ആണ്, എന്നാലും നമുക്കൊരു പേടി. നമ്മ ഒറാങ്കുട്ടന്റെ അടുത്തേക്ക് തന്നെ പോയിട്ടില്ല. പിന്നെ പക്ഷീനെ മാത്രം മേല് വെച്ചുള്ളൂ. അങ്ങനെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങൾ കഴിഞ്ഞു. ഇത്രയൊക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും